നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ച വിധിയിൽ പ്രതികരിച്ച് സംവിധായകൻ ബൈജു കൊട്ടാരക്കര രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്നായിരിക്കാം അപേക്ഷ നൽകാൻ സാധ്യത. അപ്പോൾ ഇന്ന് തന്നെ സുനി പുറത്തിറങ്ങുമോ എന്നൊക്കെയാണ് നോക്കിക്കാണുന്നത്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്നത് ബൈജു കൊട്ടാരക്കര പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. സുനിക്ക് കോടതിയെ സമീപിക്കാനുള്ള കോടികൾ എവിടെ നിന്ന് ലഭിച്ചു എന്ന് അദ്ദേഹം ചോദിച്ചു. സുനി പുറത്തിറങ്ങുന്നതോടെ രണ്ട് കാര്യങ്ങൾ ഇവിടെ നടക്കുമെന്നും ബൈജു ആരോപിച്ചു. കർശന വ്യവസ്ഥകളോടെയാണ് ദിലീപിന് കോടതി ജാമ്യം നൽകിയത്. അതിനുശേഷം ദിലീപ് ആദ്യം ചെയ്തത് 21 സാക്ഷികളെ കൂറുമാറ്റുകയായിരുന്നു. സിദ്ദിഖും ഭാമിയും ബിന്ദു പണിക്കറും അടക്കമുള്ളവരാണ് മൊഴിമാറ്റിയത്. ഇപ്പോൾ പൾസർ സുനിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് കെ പരമേശ്വരൻ എന്ന മുതിർന്ന അഭിഭാഷകനാണ്. ഏതാണ്ട് കോടിക്കണക്കിനടുത്താണ് ഇദ്ദേഹം ശമ്പളം വാങ്ങുന്നത്. 63 രൂപ ജോലിയിൽ അടുക്കള പണിയെടുക്കുന്ന പൾസർ സുനിക്ക് ഈ തുക കൊടുക്കാൻ എങ്ങനെയാണ് സാധിക്കുക? പൾസർ സുന്നി ഇറങ്ങിയാൽ രണ്ട് കാര്യങ്ങൾ നടക്കും. എന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത വീഡിയോ ഇതല്ലെന്ന് പൾസർ സുന്നി പറഞ്ഞാൽ വീണ്ടും ഈ കേസ് മാറും. സുന്നി വേണമെങ്കിൽ വേറൊരു കോടീശ്വരനാകും. പ്രബലരായ പ്രതികൾക്ക് അവരുടെ മുഖം രക്ഷിക്കാം. കേസ് തേനുമാനും പോകാം എന്നുമായിരുന്നു ബൈജു കൊട്ടാരക്കര പറഞ്ഞത്. അതേസമയം പിടക്കാക്കി തനിക്കാക്കുക എന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നായിരുന്നു നിർമ്മാതാവ് സജി നന്ദിയേട്ടും പ്രതികരിച്ചത്. കേസിന്റെ വിചാരണ ഏകദേശം പൂർത്തിയായി. ഇനി ആകെയുള്ളത് പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതാണ്. പൾസർ സുന്നി ദിലീപിന്റെ വീടിന്റെ ചായ്പിലാണോ കഴിഞ്ഞ 7 വർഷമായി കഴിയുന്നത്? അല്ലല്ലോ. അപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെയുണ്ട്. ദിലീപിനെതിരെ പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തത് ആരാണ്? രണ്ട് കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ ദിലീപ് ശിക്ഷിക്കപ്പെടും. ദിലീപ് പണം കൊടുത്തിട്ടുണ്ടോ? ദിലീപും പൾസർ സുനിയും തമ്മിൽ ബന്ധമുണ്ടോ? ഇത് രണ്ടും തെളിയിച്ചാൽ തന്നെ ദിലീപ് ശിക്ഷിക്കപ്പെടും. 1800 തെളിവുകൾ ഒന്നും വേണ്ട. പൾസർ സുനി ഇറങ്ങിയത് ശുഭസൂചകമായി തോന്നുന്നില്ല. ഇതിൽ ദിലീപിന് ദോഷം ചെയ്യും. ഇവിടെ ദിലീപിനെതിരെ ആരൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് സജി നന്ദിയായിട്ട് പറയുന്നത്. കേസിൽ സാധാരണമായ വിചാരണയാണ് നടന്നതെന്നാണ് അഭിഭാഷകനായ ബീൻ ഹസ്കർ പ്രതികരിച്ചത്. നിർധനനായ ഒന്നാം പ്രതി 10 തവണ ഹൈക്കോടതിയിലും 4 തവണ സുപ്രീം കോടതിയിലും പോയി. മാത്രമല്ല കേസിലെ ധനാഢ്യനായിട്ടുള്ള 8ാം പ്രതി 66 തവണ മേൽക്കോടതിയിൽ പോയി വിചാരണ വൈകിപ്പിക്കാൻ ശ്രമം നടത്തി. 120B ആണ് ദിലീപിനെതിരെ എതിരായ വകുപ്പ്. അങ്ങനെ ഒരാൾക്ക് വേണ്ടി 95 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനെ വിചാരണ ചെയ്യുക എന്നത് കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണ്. മറ്റ് 9 പ്രതികളുടെയും ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് 8ാം പ്രതിയുടെ അഭിഭാഷകൻ വിസ്തരിച്ചു എന്നാണ് ഇവിടെ നടന്നത്. ജഡ്ജ് റെവലന്റ് എന്ന വാക്ക് നിയമത്തിലുണ്ട്. ജഡ്ജ് അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ അപകടകരമായ ഒരു സാഹചര്യമുണ്ട്. 333 എന്ന് CRPC വകുപ്പുണ്ട്. ഇനി വിചാരണയിൽ ആകെ അവശേഷിക്കുന്നത് പ്രതികളുടെ ഭാഗം കേൾക്കുക എന്നതാണ്. ആ സമയത്താണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. സുനി എഴുതി കൊടുക്കുന്ന മൊഴി കൊണ്ട് ഒരുപക്ഷെ ഈ കേസിന്റെ മുഴുവൻ അടിവേരിളക്കാനും സാധിക്കും. എഴുതി കൊടുക്കുന്ന കാര്യം തെളിവായി സ്ഥിരീകരിച്ചുകൊണ്ട് 8ാം പ്രതിക്ക് അനുകൂലമായ ഒരു വിധി വരുന്നതിനെതിരെ ഒരു സാഹചര്യം വരെ ഉണ്ടായേക്കാമെന്നും അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.